Hi everybody, and a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. Today we are going to discuss on the topic of approach to cooperative audit. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അപ്രോച്ച് ടു കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, എന്താണ് ഓഡിറ്റ് എന്നും കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ് എന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അപ്രോച്ച് ടു കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിവിധ തരത്തിലുള്ള ഓഡിറ്റുകൾക്കും അതുപോലെ തന്നെ പരിശോധനകൾക്കും വിധേയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അത് എന്തൊക്കെയാണ് എന്നും അല്ല അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല അതിൽ നിന്ന് എന്താണ് നടത്തുന്ന ആൾക്കാർ, ഈ ഓഡിറ്റ് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്, അല്ലെ നിയമപരമായ ബാധ്യതയാണ്. അതായത് എല്ലാ വർഷവും ഒരു തവണയെങ്കിലും കോപ്പറേറ്റീവ് രജിസ്ട്രാർ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഓഡിറ്റ് നടത്തിയിട്ട് ഉണ്ടാകണം, അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ അത്തരത്തിൽ നടത്തപ്പെടുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒന്നാണ്. അതിൽ സാധാരണ ഓഡിറ്റിനെ പോലെ തന്നെ, സാധാരണ എല്ലാ ഓഡിറ്റിനും ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ ഓവർഡ്യൂ ഡെപ്സിൻ്റെ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് സെക്യൂരിറ്റീസിൻ്റെ വെരിഫിക്കേഷൻ, അതുപോലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് പുറമെ എന്തും ഉൾക്കൊള്ളുന്നുണ്ട്. നോക്കി ഇതിലത്തെ അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. അൺലൈക്ക് എനി അതർ കൈൻഡ് ഓഫ് ഓഡിറ്റ്, ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഹാസ് ടു ഗോ ബിയോണ്ട് ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് മേക്ക് പേഴ്സണൽ എൻക്വയറീസ് ഇൻ ഓർഡർ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇഷ്യൂ, അല്ലേ? മറ്റ് ഓഡിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഓഡിറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ പേഴ്സണൽ എൻക്വയറീസ് നടത്തേണ്ടതായിട്ടുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ പരിശോധനയ്ക്ക് പുറമെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൃത്യമായ പ്രശ്നത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെ? അതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ സാധാരണ ഓഡിറ്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമാക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ വിപുലമായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് സാധാരണ ഓഡിറ്റിനെ പോലെ തന്നെ ഓവർഡ്യൂ ഡെപ്സ് അല്ലേ, അതായത് കിട്ടാക്കടങ്ങളെ കുറിച്ചിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ട്. ക്യാഷ് ആൻഡ് അതർ സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട്. ക്യാഷ് ബാലൻസിൻ്റെയും മറ്റ് സെക്യൂരിറ്റീസിൻ്റെയും ഒക്കെ വെരിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധാരണ ഓഡിറ്റിനും ഉള്ളത് തന്നെയാണ്. ഇത് കോപ്പറേറ്റീവ് ഓഡിറ്റിലുണ്ട്. അതിന് പുറമെ സാധാരണ ഓഡിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അതിലെ ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്, അല്ലെ? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പരിശോധനയ്ക്ക് പുറമെ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഉൾക്കൊള്ളുന്നുണ്ട്, ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വിധേയമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ. ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പരിശോധന കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും നടത്തപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ഈസ് മെയിൻലി ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. It aims at safeguarding the financial interest of taxpayers and also to assist the state legislature in exercising the financial control and financial discipline over the executives, അല്ലേ? അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ ഓഡിറ്റാണ്. അഥവാ എക്സ്പെൻസസ് അല്ലെ, ചെലവുകളെ കുറിച്ചിട്ടുള്ള ഒരു ഓഡിറ്റാണ്. ചെലവുകളുടെ കൃത്യതയും അതുപോലെ തന്നെ അത് എന്തിനാണ് ഗവൺമെൻറ് ഫണ്ട് നൽകിയിട്ടുള്ളത്, അതേ കാര്യത്തിന് തന്നെയാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അത് ശരിയായ രൂപത്തിൽ തന്നെയാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു ഓഡിറ്റാണ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത്.
അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്? അല്ലെ ഇറ്റ് എയിംസ് അറ്റ് സേഫ് ഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ടാക്സ് പെയർ. അല്ലെ ടാക്സ് പെയറുടെ നികുതിദായകരുടെ ടാക്സ് അടക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ മേലെ ഫിനാൻഷ്യൽ കൺട്രോളും അല്ല സാമ്പത്തിക നിയന്ത്രണവും സാമ്പത്തിക അച്ചടക്കവും ഒക്കെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല ഉദ്യോഗസ്ഥർക്ക് മേലെ സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക നിയന്ത്രണവും ഒക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നടത്തുന്നതാണ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത്. അല്ല അപ്പോൾ അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓഡിറ്റാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടാക്സ് പേയറുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ടാക്സ് പേയറുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പല ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പല സബ്സിഡികളും ഗ്രാൻറ്റുകളൊക്കെ നൽകിയിട്ടുള്ളത്. അല്ല അതൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അല്ല അത് നടത്തുന്ന ആ ബാധ്യത നിറവേറ്റുന്ന ആരാണ്? അക്കൗണ്ടൻറ്റ് ജനറലാണ്. അല്ല എന്താണ് ഒരു എക്സ്പെൻഡിച്ചർ ഓഡിറ്ററിലൂടെ. ഓക്കെ, അതാണ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻസ് എന്ന് മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നിങ്ങൾ ചേർത്ത് വായിക്കണം. ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ്. ഇൻസ്പെക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല ധനവകുപ്പിൻ്റെ പരിശോധന എന്ന് പറയുന്നത്. ധനവകുപ്പിൻ്റെ പരിശോധന അല്ലേ, ധനവകുപ്പിൻ്റെ പരിശോധന എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ തരത്തിലുള്ള രണ്ടാമത്തെ ഓഡിറ്റാണ്, രണ്ടാമത്തെ അപ്രോച്ചാണ് ഇൻസ്പെക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് മനസ്സിലാക്കാം. ദ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് നോട്ട് ഓഡിറ്റ്. അല്ലെ ദേ എക്സാമിൻ വെദർ ദ കൺട്രോളിംഗ് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ് in respect of all financial transactions and submit the prescribed return to the government and accountant general. Proper collection of revenues and loans and advances are also watched through the inspection. അല്ലേ അപ്പോൾ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ഒരു ഇൻസ്പെക്ഷൻ്റെ രൂപത്തിലാണ്, അത് ഓഡിറ്റിൻ്റെ രൂപത്തിലല്ല. അല്ലേ അവർ ഒരു പരിശോധനയാണ് നടത്തുന്നത്, അല്ലാതെ ഓഡിറ്റ് അല്ല. എന്നിരുന്നാലും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ദ എക്സാമിൻ വിത്ത് ദ കൺട്രോളിംഗ് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് ആൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അല്ലേ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ അവർ ഇൻസ്പെക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അത് വേറെയോ ആകല കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മാത്രമല്ല അവർ പരിശോധന നടത്താം. അവർ പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അതിനു പുറമെ സബ്മിറ്റ് പ്രിസ്ക്രൈബ്ഡ് റിട്ടേൺ ടു ദ ഗവൺമെൻറ് ആൻഡ് അക്കൗണ്ടൻറ്റ് ജനറൽ. അല്ലെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ജനറലിനും കൃത്യമായ സമയത്ത് തന്നെ കൃത്യമായ റിട്ടേണുകൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ധനവകുപ്പ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ളൊരു പരിശോധന നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിന് പുറമെ അവരെന്തുകൂടി നോക്കുന്നുണ്ട്? പ്രോപ്പർ കളക്ഷൻ ഓഫ് റവന്യൂസ് ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അല്ലെ ഇവർക്ക് ഇവരുടെ റവന്യൂസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ, ലോൺസും ഇവർക്ക് നൽകപ്പെട്ട ലോൺസും ഇവർ നൽകിയ ലോൺസും കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട്. ഇതിനു പുറമെ ദേ ആൾസോ എൻഷുർ വെദർ ദ ലോൺസ് ആൻഡ് സബ്സിഡീസ് ആക്ഷൻ ബൈ ദ ഗവൺമെൻറ് ടു വേരിയസ് സ്കീംസ് ആർ പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്. അല്ലെ ഗവൺമെൻറ് നൽകിയ ലോൺസും സബ്സിഡികളും ഇവർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ധനവകുപ്പ് പരിശോധിക്കുന്നത്. അപ്പോൾ ധനവകുപ്പിൻ്റെ പരിശോധന അഥവാ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ഒരു ഓഡിറ്റിൻ്റെ രൂപത്തിലല്ല, മറിച്ച് ഒരു ഇൻസ്പെക്ഷനാണ് അത് എന്ന് പറയുന്നത്. അല്ലേ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അക്കൗണ്ടൻറ്റ് ജനറലിനും ഗവൺമെൻറ്റിനും കൃത്യമായ സമയത്ത് കൃത്യമായ റിട്ടേൺസ് നൽകുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ലോണുകളും അഡ്വാൻസുകളും ഒക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ട ഗ്രാൻറ്റുകളും ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത ലോണുകളും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായ രൂപത്തിൽ തന്നെയാണോ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ
ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം അത് ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ്, അല്ലെ, പ്രത്യേകിച്ചും കമ്പനികൾക്കാണ് അല്ലെങ്കിൽ മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കല്ല സാധാരണ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് നടത്തുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്താ പറയുക, കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങിയ മറ്റു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് നടത്തുന്നത്. പക്ഷേ ആ ഓഡിറ്റും ഈ ഓഡിറ്റും തമ്മിൽ, കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് നടത്തുന്ന ഓഡിറ്റിനേക്കാൾ വിശാലമാണ്. അതിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. അത് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ബേസിക്കലി ഡിഫറെൻറ്റ് ഫ്രം കൊമേഴ്സ്യൽ ഓഡിറ്റ് വിച്ച് ഈസ് ഡൺ ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനാൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകൾ നടത്തുന്ന കൊമേഴ്സ്യൽ ഓഡിറ്റിൽ നിന്നും അടിസ്ഥാനപരമായി തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് വ്യത്യസ്തമാണ്. അല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ് നടത്തുന്ന കൊമേഴ്സ്യൽ ഓഡിറ്റിൽ നിന്നും കോപ്പറേറ്റീവ് ഓഡിറ്റ് അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താണ് അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് പറയാനുള്ള കാരണം? കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ടു ബി ഡൺ ഇൻ ദ ലൈറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തേണ്ടത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വെളിച്ചത്തിലാണ്. അല്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വെളിച്ചത്തിലാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തേണ്ടത്. ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് നീഡ് നോട്ട് നെസസറിലി വ്യൂ ദ അഫയേഴ്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ദിസ് ഔട്ട്ലുക്ക്. അല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈ വെളിച്ചത്തിലല്ല, അല്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വെളിച്ചത്തിലല്ല എന്ത് നടത്തുന്നത്, ഓഡിറ്റ് നടത്തുന്നത്. അല്ല, കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വെളിച്ചത്തിലാണ്. സാധാരണ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് നടത്തുക ഇങ്ങനെ ഒരു വെളിച്ചത്തിലല്ല. അല്ലെ, അവർ എന്താണ് പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ ഓഡിറ്റാണ് അവർ നടത്തുന്നത്. അല്ലാതെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഉള്ള കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ല അവർ നടത്തുന്നത്. അതുപോലെ തന്നെ വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻവോൾവ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആൾസോ. അല്ലെ, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടിയാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ തലങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറയുകയാണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റി എത്രമാത്രം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇഫക്റ്റീവാണ്, അല്ലെ, എഫക്റ്റീവായിട്ട് അവർക്ക് റിസോഴ്സുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു, അല്ലെ, അവരുടെ ടൈം എത്രമാത്രം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റി, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എത്രമാത്രം പാലിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്നൊക്കെ നോക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇത്തരത്തിലുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ പോയിന്റ് ഓഫ് ലൈറ്റും, അല്ലെ, അതിൻ്റെ അടിസ്ഥാനം അതാണ്, അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അതേസമയം ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യുന്നില്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വീക്ക്നെസ്സിലേക്ക് ഒരിക്കലും വിരൽ ചൂണ്ടുന്നില്ല, അല്ലേ. അവരെന്താണ് അവരെ ഒരു സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിൻ്റെ ശരിയായ പിക്ചർ തന്നെയാണോ, അല്ലേ, ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ശരിയായ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ തന്നെയാണോ കാണിക്കുന്നത് എന്ന് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ്സിൻ്റെ ഇഫക്റ്റീവ്നെസ്സോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പാലിക്കുന്നതിലെ ഇഫക്റ്റീവ്നെസ്സോ ഒന്നും അവർ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, അല്ലേ. അതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റും കൊമേഴ്സ്യൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ സംബന്ധിച്ചിട്ടാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അല്ല, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അല്ല, ഓഡിറ്റ് ബൈ ദ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ല, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അവസാനത്തെ തരത്തിലുള്ള ഓഡിറ്റ്. ദ ലൈക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഈസ് ആൾസോ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി വൺ. കോപ്പറേറ്റീവ് ഓഡിറ്റ് പോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റും നിയമപരമായി നിർബന്ധമായ ഒന്ന് ആണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റും നിയമപരമായി നിർബന്ധമുള്ളൊരു കാര്യമാണ്. ദേ ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ മെയിൻറ്റെയിൻഡ് ഹോൾലി ഓർ പാർട്ട്ലി ഫ്രം ഗവൺമെൻറ് ഗ്രാൻസ്, അല്ലെ, ഗവൺമെൻറ് ഗ്രാൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന, പൂർണ്ണമായോ ഭാഗികമായോ ഗവൺമെൻറ് ഗ്രാൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിർബന്ധമാക്കപ്പെട്ടുള്ളത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിർബന്ധമാക്കപ്പെട്ടുള്ളത്, അല്ലേ. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എക്സാമിൻസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് ബ്രിങ് ഔട്ട് നോട്ടീസ് വേസ്റ്റ്ഫുൾനെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചർ, അല്ലേ.
എന്താണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്താണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ലോക്കൽ ബോഡീസ് അല്ലേ, ലോക്കൽ ബോഡീസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അല്ലെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ്ഫുൾനെസ് ഉണ്ടാകുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വേസ്റ്റായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ലേ എന്നൊക്കെയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് പോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി നിർബന്ധമായ ഒരു ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ അത് ആർക്കാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആരൊക്കെയാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തേണ്ടത് അല്ല, ഭാഗികമായോ പൂർണ്ണമായോ ഗവൺമെൻറ് ഗ്രാൻസ് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിന് വിധേയമാക്കപ്പെടുന്നത്. അതുപോലെ ഇവിടെ പറയുന്ന കാര്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ സഹായങ്ങൾ കൊണ്ടോ ഭാഗികമായോ പൂർണ്ണമായോ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആവശ്യമുള്ളൂ. അല്ലാത്ത സ്ഥാപനങ്ങളിൽ അല്ലെ പ്രൈവറ്റ് കൺസേൺസിൽ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഒരിക്കലും ലോക്കൽ ഫണ്ടിൻ്റെ ഓഡിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഓഡിറ്റ് നമ്മൾ പറഞ്ഞു. ആദ്യം അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അല്ല, അതൊരു എക്സ്പെൻഡിച്ചർ ഓഡിറ്റാണ്, ടാക്സ് പേയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ പറഞ്ഞു. അല്ലേ, അത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരു ഇൻസ്പെക്ഷൻ്റെ രൂപത്തിൽ നടത്തുന്നതാണ്, അല്ലാതെ ഓഡിറ്റിൻ്റെ രൂപത്തിൽ നടത്തുന്നതല്ല. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കൃത്യമായ റിട്ടേണുകൾ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ജനറലിനും കൃത്യമായ റിട്ടേണുകൾ സമർപ്പിക്കുന്നുണ്ടോ, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ലോൺസും അഡ്വാൻസും ഒക്കെ കൃത്യമായ രൂപത്തിൽ കളക്ട് ചെയ്യുന്നുണ്ടോ, ഗവൺമെൻറ് നൽകിയ ഗ്രാൻറ്റുകളും അഡ്വാൻസുകളും കൃത്യമായ രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ധനവകുപ്പിൻ്റെ പരിശോധന. പിന്നെ കൊമേഴ്സ്യൽ ഓഡിറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഈ കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, കൊമേഴ്സ്യൽ ഓഡിറ്റിൽ നിന്നും കോപ്പറേറ്റീവ് ഓഡിറ്റ് വ്യത്യസ്തമാണ് അല്ല. കാരണം കൊമേഴ്സ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ബിസിനസ്സിൻ്റെ ശരിയായ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ആണോ കാണിക്കുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അല്ല, അതിൽ അത് കറക്റ്റാണോ, കംപ്ലീറ്റ് ആണോ, ആക്യുറേറ്റ് ആണോ എന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അതേസമയം കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വെളിച്ചത്തിലാണ്. അതിന് പുറമെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ല, പിന്നെ നമ്മൾ പറഞ്ഞത് ലോക്കൽ ഫണ്ട് ഓഡിറ്റാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് പോലെ തന്നെ എന്താണ്, നിർബന്ധമായ ഒരു ഓഡിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റ് പോലെ തന്നെ നിർബന്ധമായ ഒരു ഓഡിറ്റാണ്. ഇതിന് വിധേയമാക്കപ്പെടുന്നത്, ലോക്കൽ ഫണ്ട് ഓഡിറ്റിന് വിധേയമാക്കപ്പെടുന്നത് പൂർണ്ണമായോ ഭാഗികമായോ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്രോച്ച് ടു കോപ്പറേറ്റീവ് ഓഡിറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.